ഗസയിൽ ബന്ദിമോചനം ഉടൻ ഉണ്ടാകും. 20 ബന്ദികളെ ഹമാസ് എന്ന് കൈമാറും. കുറച്ചധികം കാലമായി ഈ ബന്ദികൾ തടവിലാക്കപ്പെട്ട ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ബന്ദിജനങ്ങൾ. ഇസ്രായേൽ പാർലമെന്റിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അഭിസംബോധന ചെയ്യുമെന്ന് കൂടി അറിയുന്നു. ഡൊണാൾഡ് ട്രംപ് മുമ്പോട്ട് വെച്ച 20 പോയിന്റ് സമാധാന കരാറിന്റെ ഒന്നാം ഘട്ടമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ബന്ദികളുടെ മോചനം എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷവും നടക്കാമെന്നാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയിച്ചിരിക്കുന്നത്. 20 പേരെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. 28 പേർ മരണപ്പെട്ടു. അവരുടെ ശരീരവും ഈ പാക്കേജിന്റെ ഭാഗമായിട്ട് കൈമാറും. ടെൽ-അവീവിൽ ബന്ദികളെ സ്വീകരിക്കുവാൻ വലിയ ജനക്കൂട്ടം രാത്രി മുഴുവൻ തടിച്ചുകൂടിയിരുന്നു. ഇവരൊക്കെ ഡൊണാൾഡ് ട്രംപിന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിൽ ടെൽ-അവീവിൽ ഏതാനും മണിക്കൂറുകൾക്കകം എത്തിച്ചേരും. ബന്ദികളെ 3 ബാച്ചുകളായിട്ടാണ് വിട്ടയക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 ബാച്ചുകളെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പ്രാദേശിക സമയം ഏകദേശം രാവിലെ 8 മണിയോടെ വിട്ടയക്കുകയും 3-ാമത്തെ ബാച്ചിനെ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം മറ്റൊരു സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. കരാറിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി ഇസ്രയേലിലെ ഏകദേശം ഒരു 2000-ഓളം പാലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും. പിന്നീട് ഗസയുടെ ഭാവിയെക്കുറിച്ചുള്ള ഉച്ചകോടിയിൽ ഏതാണ്ട് 20-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈജിപ്തിലെ ഈ ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടൊപ്പം ഉണ്ടായിരിക്കും.